ഇപ്പം ഇവിടെ സൈബർ സെല്ലിൻ്റെ ഓഫീസ് ഇവിടെയാണ് പ്രവർത്തക ഹെഡ് ഓഫീസാണ്. നമ്മൾ ശരാശരി ഒരു ദിവസം ഇപ്പോൾ ഏകദേശം ഈ കേസ് വരുമ്പോൾ എത്ര കേസുകളാണ് ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യും. ഏകദേശം ഒരു 50-60 ഇടയ്ക്ക് ഫിനാൻഷ്യൽ ഫ്രോഡ് കേസസ് ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല വോളിയൂംസ് അനുസരിച്ചിട്ട് 10,000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് ഫ്രോഡ്സാണ്. മൊത്തത്തിൽ ഇന്ത്യൻ ട്രാജക്ടറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് കേസുകൾ കേരളത്തിൽ താരതമ്യേന കുറവാണ്. കാരണം മലയാളികൾ ഒരു പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളുടെയൊക്കെ ഒരു ശ്രദ്ധ അതിൽ വന്നതിന് ശേഷം അത്യാവശ്യം മലയാളികൾ ഡിജിറ്റൽ അറസ്റ്റിൻ്റെ വിഷയത്തിൽ അല്പം ജാഗ്രത കാണിക്കുന്നുണ്ട്. പല കേസുകളും കോൾ വരുമ്പോൾ തന്നെ അവർ ഇവിടെ അറിയിക്കുന്നുമുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പുകൾ കേരളത്തിൽ വളരെ കൂടുതലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പുകൾ പലപ്പോഴും നമ്മൾ കൂടുതൽ പണം ലഭിക്കുമെന്നുള്ള ഒരു താല്പര്യാർത്ഥം നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന യാതൊരു പരിചയവുമില്ലാത്ത നിക്ഷേപ കേന്ദ്രങ്ങളിൽ പണം നിക്ഷേപിക്കുന്നുണ്ട്. അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ടിംഗ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയൊക്കെ വൈറലായിട്ട് വീഡിയോ ഉണ്ട്, പോലീസിനെ തന്നെ വിളിച്ചിട്ട് ഇത്തരത്തിലൊരു ഫ്രോഡ് വെർച്വൽ അറസ്റ്റിൻ്റെ കാര്യം പറയുന്നത് അല്ലേ? അതെ, ഇപ്പോൾ നമ്മളതൊരു ചാലഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. മലയാളികൾ ഇത്തരം ഫ്രോഡ്സ്റ്റേഴ്സിനെ അവരെ തിരിച്ച് ഫ്രോഡ് ദി ഫ്രോഡ്സ്റ്റർ എന്നുള്ള നിലയ്ക്ക് തൃശ്ശൂർ പോലീസ് തുടങ്ങി വെച്ച സംവിധാനമാണത്. ഫ്രോഡ് ദി ഫ്രോഡ്സ്റ്റർ എന്നുള്ള നിലയ്ക്ക് വീഡിയോ ചെയ്ത് നമുക്ക് അയച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സമീപകാലത്ത് തിരുവനന്തപുരത്ത് പേരൂർക്കടയുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ നല്ല രീതിയിൽ ഫ്രോഡ്സ്റ്ററിനെ വലയ്ക്കുകയും അതിൻ്റെ വീഡിയോ നമുക്ക് അയച്ചു തരികയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ചാലഞ്ചും തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. ഫ്രോഡ് ദ ഫ്രോഡ്സ്റ്റർ, ഡിജിറ്റൽ അറസ്റ്റിന് വിളിക്കുന്ന ആളുകളെ തിരിച്ച് ഡിഫ്രോഡ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് ഉണ്ടാക്കി നമുക്ക് അയക്കുക എന്നുള്ള രീതിയിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.